السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أما بعد فأوصيكم وإياي بتقوى الله وطاعته. ബഹുമാനമുള്ള ഈ സഭയുടെ അധ്യക്ഷൻ, സ്വാഗത സമിതിയുടെ അധ്യക്ഷൻ, മദ്രസ മാനേജ്മെൻറ്റ് പ്രസിഡന്റ് കൂടിയായ MH അജാർ, അതുപോലെ ഇവിടുത്തെ പ്രസിഡന്റ്, ഇവിടുത്തെ ഖതീബ് ഉസ്താദ്, മുദർരിസ് ഉസ്താദ്, ഇവിടെ പ്രസംഗം നടത്തിയ സദഖത്തുള്ള ഫൈസി അടക്കമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, നേതാക്കളെ, ഗുറുപ്പുറ സുറൽപ്പാടി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ മദ്രസ മാനേജ്മെൻറ്റ്, കൈക്കമ്പ വലയ SKSSFൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സമസ്തയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനമാണ്. ആ സമ്മേളനത്തിൻ്റെ പ്രചരണ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു. സമസ്തയെ നാം എല്ലാവരും മനസ്സിലാക്കിയവരാണ്. സമസ്ത എന്തിന് രൂപീകരിക്കപ്പെട്ടു, അതിൻ്റെ ഗുണങ്ങൾ എന്ത്, ഈ നീണ്ട 100 വർഷങ്ങളിൽ സമുദായത്തിന് ആ മഹത്തായ പ്രസ്ഥാനം ചെയ്തതായിരിക്കുന്ന ഉപകാരങ്ങൾ എന്ത്, എല്ലാം നാം മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ആദർശം പരിശുദ്ധമാണ്. ആദർശശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് അതിൻ്റെ പ്രമേയം. അപ്പം അതിൻ്റെ ആ പ്രമേയം, അതിൻ്റെ ആദർശം വിശുദ്ധമായതാണ്. നൂറ്റാണ്ടുകളിലൂടെ, നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ 1926 മുതൽക്ക് സമസ്ത രൂപീകരിച്ചത് മുതൽക്ക് മാത്രമല്ല, ഒരു നൂറ്റാണ്ട് മാത്രമല്ല പറയുന്നത്, നൂറ്റാണ്ടുകൾ. നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആദ്യ മനുഷ്യൻ, ആദ്യ പിതാവ് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കുള്ള പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആശയങ്ങളെല്ലാം അത് വിശുദ്ധമായതാണ്. അതേ ആദർശം തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കുമുള്ളത്. ഒരു പുതിയ ആദർശവുമായിട്ടല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടത്. അതിന് മുമ്പുള്ള അമ്പിയാക്കളുടെ, സ്വഹാബത്തിൻ്റെ, സലഫുസാലിഹ്യങ്ങൾക്കുള്ള ആദർശം എന്താണോ, ആ ആദർശത്തിനെ നിലനിർത്താൻ വേണ്ടിയും അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം നൽകപ്പെട്ടിരിക്കുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശം എന്താണോ, നമുക്കറിയാം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചു, സ്വർഗത്തിൽ കടത്തി. സ്വർഗത്തിൻ്റെ വാതില് നോക്കിയപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലിൽ ആദം നബി അലൈഹിസ്സലാം കണ്ടു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ആദ്യമായിട്ടാണ് ആദം നബി അലൈഹിസ്സലാം കാണുന്നത്. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, മൻ ഹാദല്ലദീ ഖറൻത ഇസ്മഹു ബിസ്മിക, പടച്ചവനെ, നിന്റെ പേരിനോട് ഈ ചേർത്ത് വെച്ചതായിരിക്കുന്ന ഈ മുഹമ്മദ് എന്നുള്ളതായിരിക്കുന്ന പേര് ആരുടെ പേരാണ് റബ്ബേ എന്ന് ചോദിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ആദമു ഹാദാ മിൻ വുൽദിക, ആദമേ, ഇത് നിങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടതായിരിക്കുന്ന ഒരാളുടെ പേരാണ്. ലൗലാഹു ലമാ ഖലഖ്തുക, ആ മനുഷ്യനിക്ക് വേണ്ടി തന്നെയാണ്, ആ നിങ്ങൾക്കുള്ള സന്താന പരമ്പരയിൽപ്പെട്ടതായിരിക്കുന്ന ആ മഹൽ വ്യക്തിക്ക്, ആ മഹത്വമുള്ളതായിരിക്കുന്ന ആ കുട്ടിക്ക്, ആ മകനിക്ക് വേണ്ടി തന്നെയാണ്
നിങ്ങളെ ഞാൻ പടച്ചിരിക്കുന്നത്. നിങ്ങളെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ഞാൻ പടച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന്. ഇത് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി ബിഹഖി ഹാദൽ വലദി ഇഗ്ഫിർ ലി ഹാദൽ വാലിദ്. പടച്ചവനെ, ഈ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് ഈ പിതാവിനിക്ക് നീ പുറത്തു തരണമെന്ന്. ഫതവസ്സല ബിഹി ആദമു വഇലല്ലാഹി ലജാ ഫറജാ മിൻ അംരിഹി ഫറജാ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ആദം നബി അലൈഹിസ്സലാം ആകുന്ന പിതാവ് മകനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യുകയാണ്. തവസ്സുൽ എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയമാണ്, ആദർശമാണ്. ഇത് സമസ്തയുടെ മാത്രം ആദർശമല്ല, ആദ്യ പ്രവാചകൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിന്റെ ആദർശമാണ്. ವೇದಿಕೆಯನ್ನೇ ಜಲ್ಜಲಾಗಿ ಕಂಪಿಸಿ ಜಂಜಂ ಮಾರುತ್ತದಂತೆ ವಿಷಯದ ರಸಗಟ್ಟಿಯನ್ನ ಜಲಪಿಸಿ ಜರಿತಗೊಂಡ ಜಡಿಲ ಜಂಗುಲಕ್ಕೆ ಭಾಷಣದ ಜಯಬೇರಿ ಬೀರಲು ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದ ಕೇಂದ್ರ ಬಿಂದುವಾದಂತಹ ಬಹುಮಾನ್ಯರಾದ ಸಲಾಹುದ್ದೀನ್ ಫೈಜಿ ಉಸ್ತಾದ್ರವರು ಇದೀಗ ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ഞാൻ നീട്ടിപ്പറയുന്നില്ല. നമ്മുടെ മുഖ്യപ്രഭാഷകൻ സമസ്തയുടെ സ്റ്റേജുകളിൽ തിളങ്ങി നിൽക്കുന്ന ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു. ഇത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആദർശമാണ്. അതുതന്നെയാണ് സമസ്തയുടെയും ആദർശം. അതുപോലെ ഓരോ പ്രവാചകന്മാരുടെയും ആദർശം എന്തായിരുന്നു? അതുതന്നെയാണ് സമസ്തയുടെ ആദർശം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ്. അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞു. അവർ എല്ലാവരും, ആ അമ്പിയാക്കള്, മുമ്പ് പറയപ്പെട്ട അമ്പിയാക്കളെല്ലാം അല്ലാഹു ഹിദായത്ത് നൽകിയതായിരിക്കുന്ന ആദർശ ശുദ്ധിയുള്ളതായിരിക്കുന്ന പ്രവാചകന്മാരാണ്. ഫബിഹുദാഹു മുഖ്തദി. അവർക്കുള്ള ആ ശരിയോട് തങ്ങളും പിന്തുടരണമെന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ എല്ലാ അമ്പിയാക്കന്മാരുടെയും ആദർശം ഒന്ന് തന്നെയാണ്. അതേ ആദർശത്തിനെ തന്നെയാണ് നാം എല്ലാ ദിവസത്തിൽ 17 പ്രാവശ്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ആ ശരിയായിരിക്കുന്ന വഴിയിലേക്ക് ഞങ്ങളെ ചേർക്കണമെന്ന്. അങ്ങനെയുള്ള ആ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് രൂപീകരിച്ചിട്ട് 100 വർഷം തികയുകയാണ്. അതിൻ്റെ 100ാമത്തെ വാർഷിക മഹാസമ്മേളനം, അന്താരാഷ്ട്ര മഹാസമ്മേളനം ഇതേ 4 മുതൽക്ക് 8 വരെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ അടുത്തുള്ള കുനിയയിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനങ്ങളെല്ലാം എന്തിന്? ഈ സമസ്തയുടെ ആദർശം, അമ്പിയാക്കന്മാരുടെ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ആദർശം എത്തിയതുപോലെ നമ്മുടെ മക്കളിലേക്ക് എത്തണം, നമ്മുടെ മക്കളുടെ മക്കളിലേക്ക്, അങ്ങനെ ഖിയാമത്ത് നാൾ വരേക്കുള്ള പരമ്പരയിലേക്ക് ആ ആദർശം എത്തണം. ആ ആദർശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയാണ് ഈ സമ്മേളനങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനങ്ങളും അതുപോലെ സമസ്തയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, സമസ്തയുടെയും അതിൻ്റെ കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കണം. അതിനു വേണ്ടി നമ്മൾ സഹായിക്കണം, സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഇവിടെ വന്നതുകൊണ്ട്, അവരുടെ പ്രസംഗം നമ്മൾ കാത്തിരിക്കുന്നത് കൊണ്ടും എൻ്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, സമസ്തക്കും അതിൻ്റെ കീഴ്ഘടകങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ, അതേ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ ആശയത്തിനെ മക്കളെ മക്കളിലേക്ക് എത്തിക്കാനും, അതേ ആശയത്തോടു കൂടെ തന്നെ നമ്മുടെ മഹത്തുക്കളാകുന്ന നേതാക്കളെല്ലാം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ വിശ്വാസത്തോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಸಂದರ್ಭೋಚಿತವಾದ ಮಾತುಗಳನ್ನಾಡಿ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿ ಮಾತನಾಡಿದಂತಹ
സമസ്ത കേരള ജമയത്തുൽ ഉലമ